റെസിപ്പി പിന്നെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങ് ഇറ്റലിയിൽ ജനിച്ച പാസ്തേനെ നമുക്ക് ഇവിടെ കൊച്ചി കേരളത്തിൽ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് പാസ്തയാണ്. അപ്പോൾ അത് നമുക്കത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് അത് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അതിൻ്റെ സമയത്ത് വേണം നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇങ്ങനെ പരന്ന പാത്രമില്ലേ, ഓക്കെ, ഇങ്ങനെ ഇളക്കിയെടുക്കി, മനസ്സിലായല്ലോ. അതിനകത്ത് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും നമ്മൾ നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്ന പോലെ ഇട്ട്, ഇതങ്ങ് ഇറ്റാലിയിൽ ജനിച്ചതുകൊണ്ട് ഭയങ്കര ഇതിനൊന്നും എരിവ് അങ്ങോട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ആ മായത്തിലൊക്കെ ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ സവോള, ഓക്കെ, അങ്ങനെ അരിഞ്ഞ സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ തക്കാളി അരച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ബ്രൗൺ അല്ല, ഒരു റെഡിഷ് കളർ ആകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് മാജിക് മസാലയല്ല, മാജിക് ക്യൂബ്സ്, കപ്സ മസാല, ഇതൊക്കെ മേടിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സോസുകൾ നമ്മൾ എന്ത് ചെയ്താലും സോസ് ആഡ് ചെയ്യണം. അതാണ് എൻ്റെ പോളിസി. എനിക്ക് എന്തുണ്ടെങ്കിലും സോസ് കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് വരെ ഞാൻ സോസ് കൂട്ടി തിന്നും, അങ്ങനത്തെ ആളാണ്. അപ്പോൾ സോയാ സോസ്, കെച്ചപ്പ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് മൂന്നും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ ഓപ്ഷണലാണ് ഗൈസ്. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മുടെ പാസ്ത ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി. ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് സാധനം എടുത്തേക്കാം. നമുക്ക് ഇതുവരെ റിയാക്ഷൻ തരാത്ത ആളാണ് നമുക്ക് റിയാക്ഷൻ തന്നത്. അടിപൊളിയല്ല. പത്രമുള്ള ചേട്ടാ.